ശ്രീ സായിനാഥന് നമസ്കാരം. അധ്യായം 6. രാമനവമി ഉത്സവവും അതിന്റെ ആരംഭവും മസ്ജിദ് പുതുക്കിപ്പണിയിലും. രാമനവമി ആഘോഷത്തെയും മസ്ജിദിന്റെ പുനർനിർമ്മാണത്തെയും പറ്റി പരാമർശിക്കുന്നതിനു മുമ്പ് ലേഖകൻ സദ്ഗുരുവിനെ പറ്റി ചില വിഷയങ്ങൾ വിവരിക്കുന്നു. ഗുരു സ്പർശനത്തിന്റെ ബലം. എപ്പോഴൊരിക്കൽ ഗുരു നാവിക തലവനാവുന്നുവോ അപ്പോൾ തീർച്ചയാക്കാം നമുക്ക് ഈ ലോകമാവുന്ന സമുദ്രത്തെ വേഗത്തിൽ തരണം ചെയ്യാമെന്ന്. സദ്ഗുരു നാമം സർവദാ യോജിക്കുന്ന ഗുരുവാണ് നമുക്ക് ശ്രീ സായി ബാബ. എന്റെ മുമ്പിൽ ഗുരു നിൽക്കുന്നതായും നെറ്റിയിൽ വിഭൂതി ഇടുന്നതായുമുള്ള അനുഭവം ഉണ്ടാവുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ കൈകൾ എന്റെ ശിരസിൽ വെച്ച് ആശീർവദിക്കുന്നുവെന്നും തോന്നുന്നു. സന്തോഷം ഹൃദയത്തെ നയിക്കുന്നു. സ്നേഹം അശ്രുവായി പുറത്തേക്ക് ഒഴുകുന്നു. ഗുരുവിന്റെ കരസ്പർശനം ഏൽക്കാനുള്ള അനുഭൂതി ഗോചരമാണ്. ചിന്തയും ആലോചനയും നിറഞ്ഞ ആ മൃദു ശരീരത്തെ അഗ്നിയിൽ എരിയിക്കുവാൻ സാധ്യമല്ല. ഗുരുവിന്റെ സ്പർശനം മാത്രം മതി പഴയ ജന്മങ്ങൾ ചെയ്ത പാപങ്ങൾ ഇല്ലാതാകുവാൻ. മതപ്രഭാഷണം വെറുക്കുന്നവർ കൂടി ഗുരുഭാഷണം കേട്ട ശാന്തമായി തീരുന്നു. സായിബാബയുടെ സുന്ദരമായ ശരീരം കണ്ട സന്തോഷം കൊണ്ട് തൊണ്ടയിടറും, അശ്രുക്കളാൽ കണ്ണുകൾ നിറയും. മാത്രമല്ല അന്തർവികാരത്തിൽ മുഴുകും. നമ്മിൽ അഹം ബ്രഹ്മസ്യമി, ഞാനാണവൻ എന്ന ഉണർവുണ്ടാവുന്നു. ഞാൻ നീ എന്നീ അഹംഭാവങ്ങൾ ഇല്ലാതാവുന്നു. അതുകൂടാതെ എല്ലാറ്റിനും മീതെ ഒരുവൻ എന്ന ബോധം ഉണ്ടാവുന്നു. ബാബ രാമനായോ കൃഷ്ണനായോ എന്റെ മനസ്സിൽ രൂപം കൊള്ളുന്നു. രാമകൃഷ്ണന്മാരുടെ ചരിത്രം കേൾക്കുമ്പോൾ ഉൾപ്പുളകമുണ്ടാകുന്നു. ഉദാഹരണത്തിന് ഞാൻ ഭാഗവതം കേൾക്കുവാനിരിക്കുമ്പോൾ സായിബാബ കൃഷ്ണനായി അടിമുതൽ മുടി വരെ കാണപ്പെടുന്നു. ഞാൻ വിചാരിക്കാം അദ്ദേഹമാണ് ഭാഗവതം വായിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഉദ്ധവ രചിച്ച കൃഷ്ണഗീത ഭക്തന്മാരുടെ നന്മയ്ക്ക് വേണ്ടി ചെല്ലുന്നതെന്ന്. ഞാൻ എന്തെങ്കിലും എഴുതാൻ തുടങ്ങിയാൽ എനിക്ക് വാക്കുകൾ സ്വമേധയാ കിട്ടാറില്ല. പക്ഷേ ബാബയുടെ നിയോഗമോ കൊണ്ട് ഞാൻ എഴുതി പോകുന്നു. അതിന് അതിരില്ല. ഭക്തന്മാർക്ക് അഹങ്കാരം വർദ്ധിക്കുമ്പോൾ ബാബ കൈകൾ കൊണ്ട് അമർത്തുന്നു. പിന്നെ തന്റെ ആജ്ഞയാൽ ആശീർവാദങ്ങളുടെ കൂടെ അനുകൂലവും പ്രീതിയും കെട്ടുമാറാവുന്നു. ആരെങ്കിലും സായിനാഥന്റെ മുൻപിൽ പരിപൂർണമായി കീഴടങ്ങി നമസ്കരിച്ച ജീവിതത്തിൽ പുരുഷാർത്ഥങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം തന്നെ അറിയാതെ ലഭിക്കുന്നു. 4 വഴികൾ കർമ്മം, ജ്ഞാനം, യോഗം, ഭക്തി. ഇവ നമ്മെ ദൈവത്തോട് ചേർക്കുന്നു. ഇവയിൽ ഭക്തി കല്ലും മുള്ളും നിറഞ്ഞതാണ്. അത് കടക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നീ നിന്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചാൽ ഈ കഷ്ടതകൾ തരണം ചെയ്യാനും ഒടുവിൽ ദൈവത്തിൽ എത്തിച്ചേരാനും കഴിയുമെന്ന് സായിബാബ പറയുന്നു. അന്തര്യാമിയായ ബ്രഹ്മത്തിന്റെ തത്വജ്ഞാനം അറിഞ്ഞതിൽ പിന്നെ ഭഗവാന്റെ ശക്തിയാൽ മായയെയും അതുകൊണ്ടുണ്ടാക്കിയ ഈ ലോകത്തെയും പറ്റി മനസ്സിലാക്കാം. ഇവ മൂന്നും ഒന്ന് തന്നെയാണ്. ഭക്തന്മാരുടെ നന്മയ്ക്ക് വേണ്ടി ഗ്രന്ഥകർത്താവ് പറയുന്നു. സായിബാബയുടെ വാക്കുകൾ ഭക്തന്മാരുടെ നന്മയ്ക്ക് ഉത്തരവാദിത്തം കൊടുക്കും. എന്റെ ശിഷ്യന്മാരുടെ വീടുകൾ ഒരിക്കലും ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി ശണ്ട കൂടേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ദൈവത്തോട് ചോദിക്കൂ. ഈ ലോക വർത്തമാനങ്ങളെ വെടിയുക, ദൈവത്തിന്റെ കാരുണ്യവും അനുഗ്രഹവും നേടുക. എന്നിട്ട് ദൈവസന്നിധിയിൽ നിന്നും മര്യാദ സമ്പാദിക്കുക. ഈ ലോകത്തിലെ കീർത്തികൾ ആകർഷണം വേണ്ട. മനസ്സിൽ ദൈവത്തിന്റെ വിഗ്രഹ രൂപം ദൃഢമായി പതിപ്പിക്കുക. എപ്പോഴും മനസ്സും ബോധവും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിൽ നിയോഗിക്കുക. വേറൊന്നിലേക്ക് ആകർഷണം ഉണ്ടാകരുത്. എപ്പോഴും മനസ്സ് തന്നിലേക്ക് തന്നെ നിയന്ത്രിച്ചു നിർത്തുക. അതിനാൽ അത് ദേഹം, ധനം, വീട് എന്നിവയ്ക്ക് വേണ്ടി അലഞ്ഞു തിരിയുകയില്ല. മനസ്സ് സ്വതന്ത്രമായിരിക്കും. ഇതാണ് നല്ല സംസർഗത്തിലുള്ള മനസ്സ്. മനസ്സ് അലഞ്ഞിരുന്നാൽ അത് ദൈവത്തിൽ ചേർന്ന് എന്ന് പറയാനാവില്ല. ഇവകളെയെല്ലാം പ്രസ്താവിച്ച ശേഷം ഗ്രന്ഥകാരൻ ഷിർദിയിലെ രാമനവമി ഉത്സവത്തെ കുറിച്ച് വിവരിക്കുന്നു. രാമനവമി ഷിർദിയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഉത്സവമായത് കാരണം അത് സംബന്ധിച്ച പൂർണ്ണ സംഗതികൾ വിവരിക്കാൻ ഗ്രന്ഥകാരൻ ശ്രമിച്ചിട്ടുണ്ട്. ആരംഭം. ഒരു ഗോപാലറാവു ഗുണാട് സർവേ വിഭാഗത്തിൽ സർവേയറായി കോപ്പർഗാവിൽ ജോലി ചെയ്തിരുന്നു. അദ്ദേഹം ബാബയുടെ ഒരു വലിയ ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് 3 ഭാര്യമാർ ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. വളരെ കാലത്തിനു ശേഷം ബാബയുടെ അനുഗ്രഹം
അനുഗ്രഹത്താൽ ഒരു ആൺകുട്ടി ജനിച്ചു. ആ സന്തോഷത്തിൽ എന്തെങ്കിലും ഒരു വിശേഷ സംഗതി നടത്തണമെന്ന ആഗ്രഹം ഉണ്ടായി. ഉറൂസ് നടത്തണമെന്നുള്ള ആലോചനയും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ചു. 1897 ഈ ആലോചന ഉണ്ടായത്. ഷിർദി ഭക്തന്മാരെ താത്താക്കോട്ടോ പാട്ടിൽ, മാധവറാവു ദേശ്പാണ്ഡെ, ശ്യാമ ഈ ആലോചന അറിയിച്ചു. അവരെല്ലാവരും ഇതിന് സമ്മതിക്കുകയും ബാബയുടെ അനുവാദത്തിനായി ആശീർവാദത്തിനുമായി സമർപ്പിക്കുകയും ചെയ്തു. എന്നിട്ടവർ ഉറൂസ് നടത്തുവാനായി കളക്ടറുടെ അനുവാദത്തിന് അപേക്ഷിച്ചു. മേള നടത്തുന്നതിന് ഗ്രാമ അധികാരിക്ക് അനുമതി ലഭിച്ചു. ബാബയോട് സംസാരിച്ച ശേഷം ഉറൂസ് രാമനവമി ദിവസം തന്നെ നടത്താൻ തീരുമാനിച്ചു. ബാബയുടെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ അടങ്ങിയിരുന്നു. അതായത് രാമനവമിയും ഉറൂസും ഒരേ ദിവസത്തിൽ നടന്ന രണ്ടു ജാതിക്കാരും ഒന്നിച്ചു ചേരും. ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാവും. പിന്നീട് നടന്ന സംഭവങ്ങളിൽ നിന്ന് ഈ വിഷയം വിജയകരമായതായി അറിയുന്നു. സമ്മതം കിട്ടിയെങ്കിലും വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ഒരു ഗ്രാമമായതിനാൽ വെള്ളം കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ 2 കിണറുകളാണ് ഉണ്ടായിരുന്നത്. ഒന്നിലുള്ള വെള്ളം വേഗത്തിൽ വറ്റിപ്പോയി. രണ്ടാമത്തേതിലെ വെള്ളത്തിന് ഉപ്പ് രസമുള്ളതായിരുന്നു. ഇത് ബാബയുടെ ശക്തിയാൽ ശുദ്ധവും മധുരമുള്ളതുമായി തീർന്നു. അവിടെയുള്ള വെള്ളം മതിയാവാത്തതിനാൽ താത്താപ്പാട്ടിൽ പുറത്തുനിന്നും വെള്ളം വരുത്തി. താൽക്കാലികമായി കുറെ കടകൾ കെട്ടി മല്ലയുദ്ധ മത്സരം തയ്യാറായി. ഗോപാലറാവ് ഗുണീഡിന് ദാമു അണ്ണ ഖാസർ എന്ന പേരിൽ അഹമ്മദ് നഗർ വാസിയായ ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. 2 ഭാര്യമാർ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് സന്താന ഭാഗ്യം ഉണ്ടായില്ല. ബാബയുടെ അനുഗ്രഹത്താൽ ഖാസർക്ക് ആൺകുട്ടികൾ ജനിച്ചു. അതുകാരണം ഗുണീഡ് ഖാസറിനോട് ഈ ഉത്സവത്തിന് ഒരു പതാക ഉണ്ടാക്കി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. ശ്രീ നാനാ സാഹിബ് തിമോൻകർ കുറെ പ്രോത്സാഹിപ്പിച്ചു. ഗുണീഡ് മറ്റൊരു പതാക കരസ്ഥമാക്കി. ഈ പതാകകൾ ജാഥയിൽ കൊണ്ടുപോയി ഒടുവിൽ മസ്ജിദിന്റെ 2 ഭാഗത്തും കെട്ടി നിർത്തി. ഇതിനെ സായിബാബ ദ്വാരകാമായി എന്ന് വിളിച്ചു. ചന്ദന ഘോഷയാത്ര. മുകളിൽ പറഞ്ഞ ജാഥയോടൊപ്പം മറ്റൊരു ഘോഷയാത്രയുണ്ടായി. ഗോൾഹായിലെ ഒരു മുഹമ്മദീയ ഭക്തനായിരുന്ന അമീർ സാക്കർ ദാൽ ഈ ജാഥ മുഹമ്മദീയ സന്യാസിമാർക്ക് വേണ്ടിയാണ് തുടങ്ങിയത്. ചന്ദനം ഒരു വലിയ താലത്തിൽ കുഴച്ചെടുത്ത് ചന്ദനത്തിരി കത്തിച്ച് ബാൻഡിന്റെയും പാട്ടിന്റെയും അകമ്പടിയോടെ ഘോഷയാത്ര ഗ്രാമത്തിലൂടെ പോകുന്നു. തിരിച്ച് മസ്ജിദിൽ ആ ചന്ദനക്കുഴമ്പ് മറ്റു സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് ഒരു മൂലയിലുള്ള കുഴിയിൽ എറിയും. ഈ ചടങ്ങ് അമീർ സർക്കാരിന്റെ മേൽത്തോട്ടത്തിൽ ആദ്യത്തെ 3 വർഷം നടന്നു. അതിൽ പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അത് ഏറ്റു നടത്തി. ഘോഷയാത്രകൾ, അതായത് 1 ഹിന്ദു പതാക വഹിച്ച ഹിന്ദുക്കളും ചന്ദനക്കുഴമ്പ് താളത്തിലെടുത്ത മുഹമ്മദീയരും 2 വരിയായി പരസ്പര യോജിപ്പോടെ നടന്നു പോന്നു എന്ന കാര്യം പ്രാധാന്യം അർഹിക്കുന്നു. ഒരുക്കങ്ങൾ. സായി ഭക്തന്മാർക്ക് ഈ ദിവസം ഒരു പുണ്യദിനമാണ്. ഭക്തന്മാർ എല്ലാവരും ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കും. താത്താക്കോട്ടോ പാട്ടീലിന്റെ നേതൃത്വത്തിലാണ് പുറം ജോലികൾ. അതേസമയം അകത്തുള്ള കാര്യങ്ങൾ മുഴുവൻ നോക്കിയത് ഒരു സ്ത്രീ ഭക്തിയായ രാധാകൃഷ്ണമയ്യായിരുന്നു. ആ സമയത്ത് അവളുടെ വീട് ആളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവർക്ക് എല്ലാവരെയും നോക്കണം. പുറത്ത് നടക്കുന്ന വിശേഷ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊരു ജോലി, ഇതേ സമയം മസ്ജിദിന് ചുണ്ണാമ്പ് പൂശി നവീകരിക്കേണ്ട ചുമതല രാധാകൃഷ്ണമയ്ക്കുണ്ടായിരുന്നു. ബാബയ്ക്കുണ്ടാവുന്ന ധ്വനി, വിറകിനാൽ ഉണ്ടാവുന്ന തീ, കാരണം പൊടി, ചാമ്പൽ, കറുത്ത പുള്ളികൾ, കരിനിറം എന്നിവ മസ്ജിദിന്റെ നിലം വൃത്തികേടാക്കിയിരുന്നു. ഈ അവസരത്തിൽ അവയെല്ലാം വൃത്തിയാക്കി നല്ല സ്ഥിതിയിൽ കൊണ്ടുവരുന്ന പണിയും രാധാകൃഷ്ണമയ്ക്കായിരുന്നു. എളിയവർക്ക് അന്നദാനം ചെയ്യുന്നതും വലിയ ഒരു കാര്യമായി ബാബ കരുതിയിരുന്നു. രാധാകൃഷ്ണമയുടെ സത്രത്തിലായിരുന്നു മധുരപലഹാരങ്ങളും മറ്റ് ആഹാര സാധനങ്ങളും ഉണ്ടാക്കിയിരുന്നത്. പണക്കാരായ പല ഭക്തന്മാരും ഇതിൽ സഹകരിച്ചിരുന്നു. ഉറൂസ് രാമനവമിയായി മാറിയത്. ശ്രീ സായിനാഥന് നമസ്കാരം. ആമീൻ.